എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ കപ്പൽ കാണിക്കുകയാണ്. നമ്മുടെ ആൾക്കാരെല്ലാവരും ഇപ്പോ ആ വാനോ കിൻഡൽ നോക്കിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ ലക്ഷ്യം മറ്റാരുമല്ല, സാക്ഷാൽ കൈഡോ. അവരെ തകർക്കുക എന്നത് മാത്രമാണ് നമ്മുടെ ആൾക്കാരുടെ ലക്ഷ്യം. അപ്പൊ അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ചെയ്ത് നമ്മുടെ ചോപ്പറിനെ കാണിക്കും. ചോപ്പർ ആണെങ്കിൽ ആണിയും ചുറ്റികയും കത്തിയും കയറും ഒക്കെ എടുത്ത് കപ്പലിന്റെ തകർന്നു പോയ ഓരോരോ ഭാഗങ്ങളായി പാച്ച് വർക്ക് ഒക്കെ ചെയ്ത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ നാമി, അവളാണെങ്കിൽ ഇന്ന് വന്ന ന്യൂസ് പേപ്പർ അത് ലൂഫിക്ക് വായിച്ചു കൊടുക്കും. പ്രധാനമായിട്ടും ആ റവറി മീറ്റിങ്ങിനെ കുറിച്ചുള്ള വാർത്തയായിരിക്കും ന്യൂസ് പേപ്പറിൽ മുഴുവനായിട്ടും. ലോകമെമ്പാടുമുള്ള സെലക്റ്റഡ് ആയിട്ടുള്ള 50 കിങ്ങും 50 ക്വീനും ആണ് ഇപ്പൊ മറി ജോയ്സിലേക്ക് ആ റവറി മീറ്റിങ്ങിനായിട്ട് എത്തിയിട്ടുള്ളത്. ആ ഒരു മീറ്റിംഗിൽ നിർണായകമായിട്ടുള്ള പല ഡിസിഷൻസും എടുക്കും. മാത്രമല്ല ഇപ്പൊ എല്ലാവരുടെയും ശ്രദ്ധയുള്ളത് ആ യോഗു കിണ്ണത്തിന് മേലെയാണ്. നീണ്ട 2 സെഞ്ചുറി അതിനുശേഷമാണ് അവരിപ്പോ ഈ നേവി ബേസിലേക്ക് വന്നിരിക്കുന്നത്. നെപ്റ്റ്യൂൺ ആർമി, നെപ്റ്റ്യൂൺ കിങ്ങും പ്രിൻസസും എല്ലാവരും അവിടേക്ക് എത്തിയിട്ടുണ്ട്. അത് വായിക്കുമ്പോൾ നമ്മുടെ നാമിക്ക് വല്ലാത്തൊരു സന്തോഷം. ഇവിടെ ലൂഫി ആണെങ്കിൽ നാമി വായിക്കുന്ന വാർത്തകളൊക്കെ കേട്ട് ഹായ് ആയിട്ടിരുന്ന് ഫുഡ് അങ്ങനെ ഉരുട്ടി ഉരുട്ടി കഴിക്കുകയാണ്. ഘോഷി അവളുടെ ഐലാൻഡ് വിട്ട് ലാൻഡിലേക്ക് വന്നറിഞ്ഞ് ഹീറോയ്ക്ക് ഭയങ്കര അത്ഭുതം. വാവ്, അവളിപ്പോ കുറെ സ്ട്രോങ് ആയല്ലേ, ഞാനിത് എക്സ്പെക്ട് ചെയ്തതാണ്. ഉടനെ നാമി ആണെങ്കിൽ വീണ്ടും ആ ന്യൂസ് വായിക്കും. ചെറുഗൂഷിയാൻ ടീമിന് സെക്യൂരിറ്റി ആയിട്ട് പോയതും അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തതും ലൂഫിയുടെ ഗ്രാൻഡ് പാ കാർപ്പാണ്. നാമി ആണെങ്കിൽ ഹാപ്പി ആയിട്ട് ഇതൊക്കെ വായിച്ച് അടുത്ത പേജ് മറിക്കും. അപ്പോഴായിരിക്കും പേപ്പറിൽ വിവിയുടെ ഫോട്ടോ കാണുക. നാമിക്ക് അവളുടെ ഫോട്ടോ കണ്ട് ഭയങ്കര അതിശയവും സന്തോഷവും. അതേസമയം സാഞ്ചി അവനും അവളുടെ ഫോട്ടോ കണ്ട് ഇതിലൂടെ ലവ് ഒക്കെ പുറത്തേക്ക് കൊണ്ടുവന്ന് ആ ന്യൂസ് പേപ്പറിലേക്ക് വീഴുകയാണ്. കാലി ഇളകിയ നാമി ആണെങ്കിൽ അവനെ ചീത്ത വിളിച്ച് അച്ചറം പൊച്ചറ അടിക്കുകയാണ്. പക്ഷെ സാഞ്ചി ആണെങ്കിൽ അപ്പോഴും വിടാതെ അവളുടെ സൗന്ദര്യം തന്നെ നോക്കും. വാവ്, യു ആർ അൺബിലീവബിൾ. നിന്റെ സൗന്ദര്യം അത് ഒരുപാട് കൂടിയിരിക്കുകയാണ്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. നിന്റെ അത്രയും സൗന്ദര്യമുള്ളൊരു പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവ കണ്ണു ചിമ്മാതെ അവളെ തന്നെ നോക്കും. ഉടനെ ബ്രൂക്ക് ആണെങ്കിൽ അവിടേക്ക് വന്ന് വാവ്, ഇത് വിവിയല്ലേ, ഇവളും ഇവിടേക്ക് വന്നോ എന്നെങ്കിലും അവളെ നേരിട്ട് കാണുമ്പോൾ അവളുടെ ട്രൗസറിന്റെ കളർ അതെന്താണെന്ന് എനിക്കൊന്ന് ചോദിക്കണം. അത് കേട്ട് നാമി ആണെങ്കിൽ കൈമടക്കി അവന്റെ മുഖത്തും ആഞ്ഞടിക്കും. അതിനുശേഷം വീണ്ടും അവർ ന്യൂസ് കാര്യമായിട്ട് വായിക്കും. അപ്പോൾ വാലറ്റിന്റെ ഫോട്ടോ അത് കണ്ട് വീണ്ടും നമ്മുടെ സാഞ്ചി പ്രണയമഞ്ജരിയിൽ നീരാടും. പിന്നീട് റബേക്ക വേറെ കുറെ ഐലാൻഡിലുള്ള ക്വീൻസിന്റെ ഫോട്ടോ, അങ്ങനെ ഒരുപാട് കിങ്സിന്റെ ക്വീൻസിന്റെ ഒക്കെ ഫോട്ടോസ് അവർ വായിക്കുകയും കാണുകയൊക്കെ ചെയ്യും. സാഞ്ചി ആണെങ്കിൽ സന്തോഷത്തിൽ പറയും, എല്ലാ ക്വീൻസും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന എന്റെ സ്വന്തം ക്വീൻ അവളും ഇവിടേക്ക് എത്തിയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും അവൾ എന്നെ കുറിച്ചായിരിക്കും സംസാരിക്കുക. ഉടനെ നാമി ആണെങ്കിൽ ആ ലേഡി ഡോക്ടർ അവരുടെ ഫോട്ടോ ചോപ്പറിന് കാണിച്ചു കൊടുക്കും. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആ ലേഡി ഡോക്ടറിന്റെ ഫോട്ടോ കണ്ട് ചോപ്പർ ആണെങ്കിൽ ഭയങ്കര ഹാപ്പി. സാഞ്ചി ആ ഡോക്ടറിനെ കണ്ട് ഓ ഇവരുടെ കാറ്റ് ഇപ്പോഴും പോയില്ലേ, ഇവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിക്കും. അത് കേട്ട് കലിയിളകിയ നമ്മുടെ ചോപ്പർ അവനാണെങ്കിൽ കൈവീശി സാഞ്ചിയുടെ മുഖത്ത് ആഞ്ഞടിക്കുകയാണ്. ചോപ്പർ ആണെങ്കിൽ പിന്നീട് ഒരു കത്രിക ഉപയോഗിച്ച് ഡോക്ടറിന്റെ ഫോട്ടോ അത് വെട്ടിയെടുക്കും. അതിന് സാഞ്ചി ആണെങ്കിൽ അയ്യോ വേണ്ട വേണ്ട, ന്യൂസ് പേപ്പർ അത് കട്ട് ചെയ്യരുത്, അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്റെ പ്രിൻസസിന്റെ ഫോട്ടോ ഉണ്ട്, അത് കട്ട് ചെയ്താ അവളുടെ ഫോട്ടോ പകുതിക്ക് വെച്ച് മുറിഞ്ഞു പോകുന്നു പറഞ്ഞ് അവർ രണ്ടുപേരും 150 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് കപ്പലിനെ ഫോളോ ചെയ്ത് കറുത്ത രൂപത്തില് എന്തോ ഒന്ന് അങ്ങനെ ഒഴുകി വരികയാണ്. ഇവിടെ നാമി ആണെങ്കിൽ ദേഷ്യപ്പെട്ട് ആ പേപ്പർ അത് പിടിച്ചു വാങ്ങാണ്. അപ്പോഴായിരിക്കും അവർ കട്ട് ചെയ്തെടുത്ത ഭാഗത്ത് ഓമിനെ കുറിച്ചും കൈഡോയെ കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത കാണാം. അവർ കട്ട് ചെയ്തുകൊണ്ട് തന്നെ അതിന്റെ പകുതി ഭാഗം കാണാനില്ല. നാമി ആണെങ്കിൽ ദേഷ്യപ്പെട്ട് കട്ട് ചെയ്ത ഭാഗം അത് തരാനായിട്ട് പറയും. പക്ഷെ അവരാണെങ്കിൽ കൊടുക്കാതെ ആ ഭാഗമായിട്ട് ഓടുകയാണ്. ഇവിടെ ലൂഫി ആണെങ്കിൽ ആ ഫൺ മൊമെന്റ് ഒക്കെ കണ്ട് അങ്ങനെ ഹായ് ആയിട്ട് ചിരിക്കും. അതിനുശേഷം അവർ വാനോ കിണ്ടത്തിലേക്ക് പോകുന്ന ആ കാര്യം അത് ബാക്കിയുള്ള ക്രൂ മെമ്പേഴ്സിനെ അറിയിക്കാനായിട്ട് അവൻ സ്നെയിൽ എടുത്ത് അതിലൂടെ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ ലൂഫി എത്രയൊക്കെ ശ്രമിച്ചിട്ടും അത് കണക്ട് ആവില്ല. ലൂഫി ആണെങ്കിൽ ഒരുപാട് നേരം ശ്രമിച്ചിട്ടും ആ സ്നെയില് അത് കണക്ട് ആവില്ല. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് ആ വാനോ കിൻഡം അവിടേക്ക് എത്തിയതിന് ശേഷം അവരെ കോണ്ടാക്ട് ചെയ്ത് കാര്യം പറയാന്ന് പറഞ്ഞ് അവരിപ്പോ മുൻപോട്ടേക്ക് പോകും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ആ വാനോ കിൻഡം കാണിക്കും. ആ വാനോ കിൻഡം ആണെങ്കിൽ സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ഐലാൻഡാണ്. മാത്രമല്ല അവിടെ ഒരുപാട് സാമുറായ്സ് ഉണ്ട്. വാനോ കിൻഡോ ആണെങ്കിൽ ഒരു ഇൻഡിപെൻഡന്റ് ഐലാൻഡാണ്. അതാകെ കണക്റ്റഡ് ആയിട്ടുള്ളത് ആ സോ ഐലാൻഡുമായിട്ട് മാത്രമാണ്. ആ ഒരു സോ ഐലാൻഡിലേക്ക് എത്തിയപ്പോഴാണ് നമ്മുടെ ആൾക്കാരും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയത്. വാനോ കിൻഡത്തിന്റെ കിങ് ആണ് ആ കുഞ്ഞു പയ്യൻ വൊമൻഡോസ്കി എന്ന്. അത് നമ്മുടെ ആൾക്കാർക്ക് വലിയൊരു അത്ഭുതം തന്നെയായിരുന്നു. അത് മാത്രമല്ല ആ കൊസുക്കി ഫാമിലിയിലെ റൈസോയെ
അവനെ പോലും ലാസ്റ്റ് ടൈം വരെ അവർ മറച്ചു പിടിച്ചു. ഏറ്റവും അവസാനമായി ആ റെഡ് പോണോഗ്ലിഫിലൊന്നും നമ്മുടെ ആൾക്കാർ ആ ഒരു സോ ഐലൻഡിൽ വെച്ചാണ് കണ്ടെത്തിയത്. ആ വാനോ കിൻഡം ആണെങ്കിൽ ഇപ്പൊ കൈഡോ അവൻ അവകാശപ്പെടുത്തിയിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ആ വാനോ കിൻഡം ആ മൊമന്റോസ്കിക്ക് തിരികെ പിടിച്ചു കൊടുക്കണം. ഓൾറെഡി നമ്മുടെ ആൾക്കാർ കൈഡോയായിട്ട് ഫൈറ്റ് ചെയ്ത് അവനെ തോൽപ്പിക്കാൻ തീരുമാനിച്ചിരുന്നതാണ്. അതിനുശേഷം മൊമന്റോസ്കിയുടെ അവസ്ഥയും അവന്റെ റിക്വസ്റ്റും ഒക്കെ കണ്ട് അവനും കൂടെ വേണ്ടിയാണ് ഇപ്പൊ കൈഡോയെ നമ്മുടെ ആൾക്കാർ തകർക്കാൻ തീരുമാനിച്ചത്. കൈഡോയെ ഇല്ലാതാക്കുക, ആ ഒരു ഐലാൻഡ് അത് മൊമന്റോസ്കിക്ക് തിരികെ പിടിച്ചു കൊടുക്കുക, നമ്മുടെ ആൾക്കാരുടെ ലക്ഷ്യം അത് നിറവേറ്റുക. ഇതാണ് ഇപ്പൊ ലൂഫി ആൻഡ് ടീമിന്റെ ഏക ലക്ഷ്യം. അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത നമ്മുടെ ആൾക്കാരുടെ കപ്പലിനെ ഫോളോ ചെയ്തു വന്ന ആ കറുത്ത സാധനം അതങ്ങനെ കപ്പലിലേക്ക് കയറുകയാണ്. അത് മറ്റൊന്നുമല്ല, ഒരു കറുത്ത ഒക്ടോപ്പസ്. നമ്മുടെ ആൾക്കാർ ആരും തന്നെ അതിനെ ശ്രദ്ധിക്കില്ല. അതേസമയം തന്നെ ഇപ്പൊ ക്ലൈമറ്റ് ഒക്കെ അങ്ങനെ ചേഞ്ച് ആവാനായിട്ട് തുടങ്ങും. ഇതാണെങ്കിൽ നല്ല സ്പീഡിൽ അങ്ങനെ വീശി അടിക്കാനായിട്ട് തുടങ്ങും. നാമിയാണെങ്കിൽ ചുറ്റും നോക്കും, എന്തൊക്കെയോ മോശമായിട്ട് സംഭവിക്കാൻ പോവാണെന്ന് അവൾ മനസ്സിലാക്കും. ലാൻഡ് ഓഫ് വാനോയില് ഇതേ ക്ലൈമറ്റ് തന്നെ ആയിരിക്കുമെന്ന് അവൾ ഒരു സെക്കൻഡ് ചിന്തിക്കും. ഒരുപക്ഷെ ലാൻഡ് ഓഫ് വാനോ അതിന്റെ ബൗണ്ടറിയിലേക്ക് ഇപ്പൊ കപ്പൽ എത്തിയിരിക്കാം എന്നൊരു അസംഷനിലേക്ക് നാമി എത്തുകയാണ്. നാമിയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്യും, പക്ഷേ അവരുടെ തൊട്ടു പുറകിലുള്ള ആ ഓക്ടോപ്പസിനെ മാത്രം നോട്ട് ചെയ്യില്ല. അതേസമയം കപ്പലിന് മുൻപിലായിട്ട് വിൻഡ് ഡ്രിഫ്റ്റ് കറണ്ട് അതങ്ങനെ ക്രിയേറ്റ് ആയിട്ട് വരികയാണ്. അതിനെ മറികടന്ന് എങ്ങനെ പോകണം നമ്മുടെ ആൾക്കാർക്ക് വ്യക്തമായിട്ടുള്ള ധാരണയൊന്നും തന്നെ ഇല്ല. റൂക്കിനാണെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ കാണുമ്പോൾ വല്ലാതെ പേടി തോന്നും. നമുക്ക് എടുത്തു ചാടി ഒരു തീരുമാനത്തിലേക്ക് വരണ്ട, ഒരല്പസമയം അങ്കൂരം ഇട്ട് ഇവിടെ എവിടെയെങ്കിലും വെയിറ്റ് ചെയ്യാം, അതിനുശേഷം മാത്രം നമ്മുടെ ട്രാവല് അത് പുനരാരംഭിക്കാം. പക്ഷെ ലൂഫി ആണെങ്കിൽ അതിനൊന്നും തയ്യാറാവില്ല. അതിന്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് എത്രയും വേഗം മുൻപിലേക്ക് തന്നെ പോകണമെന്ന് അവൻ അടിച്ചു പറയും. അതിന് ബ്രൂക്ക് ആണെങ്കിൽ ഇപ്പൊ ലൂഫിയോട് ദേഷ്യപ്പെടും. നീ ഇത് കാണുന്നില്ലേ, ഇപ്പോൾ ഉള്ളത് ബാഡ് വെതറാണ്, ഇതില് റിസ്ക് എടുത്ത് നമുക്ക് മുൻപോട്ടേക്ക് പോകാൻ കഴിയില്ല. നിന്റെ മാത്രം ലൈഫല്ല, നമ്മുടെ എല്ലാവരുടെയും ലൈഫ് ഇതിലാണ്, ഈ ഡിസിഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അത് കേട്ട് നാമി ആണെങ്കിൽ ഇപ്പൊ കിൻ പറഞ്ഞ ചില കാര്യങ്ങൾ ആലോചിക്കും. കിന്നാണെങ്കിൽ ഓൾറെഡി നാമിക്ക് വാണിംഗ് കൊടുത്തതാണ്, വാനോ കിൻഡത്തിന് ചുറ്റും ബാഡ് ആയിട്ടുള്ള വെതർ ആയിരിക്കുമെന്ന്. കടലാണെങ്കിൽ വളരെ റഫ് ആൻഡ് ടഫ് ആയിരിക്കും. മാത്രമല്ല ഓഷ്യൻ കറണ്ട് അത് നല്ല രീതിയിൽ ആ കടലിനെ അങ്ങനെ നിയന്ത്രിക്കുകയും ബാധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. സോ നിങ്ങൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം അതുവഴി പാസ് ചെയ്ത് പോകുമ്പോൾ. നാമിയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് ടെൻസ്ഡായിട്ട് നിൽക്കും. പക്ഷെ ലൂഫി അവനാണെങ്കിൽ അപ്പോഴും തീർത്തു പറയും, എനിക്ക് യാതൊരു പേടിയുമില്ല, തീർച്ചയായിട്ടും ഇത് ഫേസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്, ഞാൻ ഒറ്റയ്ക്ക് ഇത് കടന്ന് മുൻപോട്ടേക്ക് പോകും. ലൂഫിയുടെ ആ ഡിസിഷനിൽ നമ്മുടെ ആൾക്കാർക്ക് എന്താ ചെയ്യണ്ടേ എന്താ പറയണ്ടേന്ന് അറിയില്ല. അവർ ഒരുപാട് കഷ്ടപ്പെട്ട് അവനെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷെ അവനാണെങ്കിൽ ഇവിടെയും വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ അങ്ങനെ സ്റ്റെബേണായിട്ട് ഉറച്ചു നിൽക്കും. നാമിക്കാണെങ്കിൽ ഇപ്പൊ ഏകദേശം ആ വാനോ കിന്നത്തിന്റെ പവർ അതെന്താണെന്ന് മനസ്സിലാവും. അവിടെ എന്തുകൊണ്ടാണ് ഇത്രയും സാമുറൈസ് ഉള്ളതെന്നും അവൾക്ക് ഏറെക്കുറെ പിടികിട്ടും. അതുമാത്രമല്ല എല്ലാവരും ഈ വാനോ കിന്നത്തെ ഉപേക്ഷിക്കാനും കാരണം ഇത് തന്നെയാണെന്ന് അവൾ മനസ്സിലാക്കും. നാമിക്കാണെങ്കിൽ നന്നായിട്ട് അറിയാം, തീർച്ചയായിട്ടും ആ ഐലാൻഡിലേക്ക് പോവാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടാവും, അത് കണ്ടുപിടിച്ചേ പറ്റൂ. അവൾ അങ്ങനെ ചിന്തിക്കുന്ന സമയം ഇവിടെ ക്യാരറ്റ് അവൾ ആ ഓക്ടോപ്പസിനെ കണ്ട് നിലവിളിക്കാൻ തുടങ്ങും. മറ്റൊരു ഭാഗത്ത് ലൂഫി അവൻ 1000 സണ്ണി കപ്പലിനോട് വാനോ കിൻഡൻ ലക്ഷ്യമാക്കി മുൻപോട്ടേക്ക് പോവാൻ പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.